അതുകൊണ്ട് ഇതൊരു നഷ്ടമാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം ഇതിന്റെ ഭാഗമായിട്ട് ആരും നടത്തേണ്ടതില്ല. ഇതിന്റെ കാലാവധി 15 കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. ലക്ഷങ്ങളല്ല സാർ, കോടിക്കണക്കിന് ആൾക്കാർ ഇത് പോകുന്ന വഴിയിൽ ചലിക്കുന്ന ഈ ക്യാബിനറ്റിനെ കാണാൻ പതിനായിരങ്ങളായിരിക്കും ഓരോ സ്ഥലത്തും തടിച്ചു കൂടുക. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആഡംബര വാഹനത്തിന്റെ ഭാഗമായിട്ടുള്ള കള്ളപ്രചരണം അവസാനിപ്പിക്കണം, ഒഴിവാക്കുന്നതായിരിക്കും നന്നാകുക. അത്രേ ഉള്ളൂ. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ ബാലേട്ടൻ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മത്സരിച്ചപ്പോൾ വരുത്തൻ എന്നാണ് വിളിച്ചത്. എന്നാൽ ഈ 2 കാലിൽ മന്തുള്ള ബാലേട്ടൻ നമ്മുടെ 1 കാലിൽ മന്തുള്ള രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചത് നിന്റെ കാലിൽ മന്ത് എന്നാണ്. പക്ഷേ തൻ്റെ 2 കാലിൽ മന്തുള്ള കാര്യം നമ്മളെ ബാലേട്ടൻ മറന്നുപോയി. അതിന്ന് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ ഇന്നലെ എടുത്തിട്ട് അലക്കി. സാർ, കാസർഗോഡ് മത്സരിച്ച് കണ്ണൂരുകാരനായ AK ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ വരുത്തനല്ല സാർ. കണ്ണൂരുകാരനായ ശ്രീ EK നായനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം വരുത്തനല്ല സാർ. ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി, ഗ്രൂപ്പിസത്തൊക്കെയാണല്ലോ സംസാരിച്ചത്, നിങ്ങൾ മാരാരിക്കുളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ VS അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോ അദ്ദേഹം വരുത്തനല്ല സാർ. മലപ്പുറംകാരനായ EMS നമ്പൂതിരിപ്പാട് പാലക്കാട് മത്സരിക്കാൻ വരുമ്പോ അദ്ദേഹം വരുത്തനല്ല സാർ. ഇനി എന്നെ വരുത്തനെന്ന് വിളിച്ചതാരാ? ശ്രീ AK ബാലൻ. കോഴിക്കോട് നാദാപുരംകാരനായ ശ്രീ AK ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്നത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വരുത്തനെന്ന് വിളിച്ചത്. ആ ബാലേട്ടന്റെ ശബ്ദം കോറയിട്ട് കൊടുത്തതാരാണ്? കോറസ് കൊടുത്തതാരാണ്? ശ്രീ K സുരേന്ദ്രൻ. കോഴിക്കോടുകാരൻ അദ്ദേഹം ഇനി മത്സരിക്കാൻ കേരളത്തിൽ ഒരു ജില്ലയും ബാക്കിയില്ല.